സാധാരണ കലാൽ സ്റ്റേജ് എന്ന് പറയാം. 4ാമത്തെ ഘട്ടമാണ് ഈത്തപ്പഴത്തിൻ്റെ ഏറ്റവും രസകരമായ ഘട്ടം, റുത്തബ്. ഇതൊക്കെ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് വിശദീകരിക്കാൻ നിൽക്കല്ല, നമ്മളെ മെഡിക്കലിൻ്റെ മറ്റു വാദങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഈ റുത്തബ് എന്ന് പറയുന്ന ഘട്ടമാണ് ഈത്തപ്പഴത്തിൻ്റെ ഏറ്റവും രസകരമായ ഘട്ടം. ഒരു പകുതി ഭാഗം പഴുത്ത് പകുതി ഭാഗം പഴുക്കലിനോട് അടുത്ത്, നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ ചെനപ്രായം എന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ നമ്മൾ സാധാരണ പറയുമല്ലോ, ചെനക്കാൻ പ്രായമാണ്, പഴുക്കാൻ അടുത്ത പ്രായം. ഈ ചെനപ്രായം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും രസകരമായ ഈത്തപ്പഴം തിന്നാനുള്ള രസമുള്ള. കാരണം കടിച്ചു മുറിച്ച് തിന്നാം, നല്ല മധുരം ഉണ്ടാവും. ചെറിയൊരു ചവർപ്പുണ്ടെങ്കിലും മധുരത്തിൻ്റെ ഊപ്പുകൊണ്ട ചവർപ്പൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടം കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന തമർ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്, തേങ്ങ എന്ന് പറയുന്നിടത്തേക്ക് വരുന്നത് പോലെ. അവിടെ എത്തുമ്പോൾ ഇത് ചുരുങ്ങി ചുങ്ങി വരും. ചുരുങ്ങി ചുങ്ങി അത് ഉണങ്ങുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഉണങ്ങി വരും, അല്ല പഴുക്കുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പഴുത്ത് വരും. ഇങ്ങനെയാണ് ഈത്തപ്പഴം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാണ് പെട്ടെന്ന്, കാരണം സമയം കൂടുതലാവുകയാണ്. നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും സമയം വൈകി പോകും. പ്രധാനമായിട്ട് ഈത്തപ്പഴത്തിൽ 100 ഗ്രാം ഈത്തപ്പഴത്തിൽ അടങ്ങുന്ന ഘടകങ്ങൾ നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്യാം. ഈത്തപ്പഴത്തിൽ അടങ്ങുന്ന ഒരു ഘടകം പൊട്ടാഷ്യം, കാൽസ്യം, ഫോസ്ഫർ, സൾഫർ, ഇരുമ്പ്, ചെമ്പ്. ഈ വക വസ്തുക്കളാണ് ഈത്തപ്പഴത്തിൽ പ്രധാനമായിട്ട് അടങ്ങുന്നത്. ഇതിൽ ശരീരത്തിന് നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടണം. നമ്മുടെ ശരീരത്തിന് കിട്ടാവുന്ന എനർജിയാണിത് കാർബോഹൈഡ്രേറ്റ്. ഈത്തപ്പഴത്തിൻ്റെ മാംസള ഭാഗത്ത് ഏകദേശം 70% കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ ശരീരത്തിന് ഊർജമായിട്ട് വിതരണം ചെയ്യുന്നത്. ഈ മധുരം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചു നേരം ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ മധുരം എന്ന് പറയുന്ന രംഗം മാത്രം ഈത്തപ്പഴം തൽക്കാലം നിർത്തിവെച്ചിട്ട് മധുരം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് അറിയാവുന്നൊരു മധുരമുണ്ട്. അതേതാ? പഞ്ചസാര. ഈ പഞ്ചസാരക്ക് മുമ്പൊരു മധുരം ഉണ്ടായിരുന്നു നമുക്ക്. അതേതായിരുന്നു? ശർക്കര. ഈ ശർക്കര ലോകത്താദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് ഇന്ത്യക്കാരാണ്. 5000 വർഷത്തെ പഴക്കമുണ്ട് ശർക്കരക്ക് ഇന്ത്യയിൽ. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കരിമ്പിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് കുറുക്കിയിട്ട് ശർക്കര ഉണ്ടാക്കൽ ലോകത്തിന് പഠിപ്പിച്ചത് ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക്, ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്കൊക്കെ അഭിമാനിക്കാം. ലോകത്തിന് മുന്നിൽ അത് സമർപ്പിച്ചത് ഇന്ത്യക്കാരാണ്. പക്ഷെ ഈ ശർക്കര, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് പഞ്ചസാരയുടെ ഉപയോഗം കുറവും ശർക്കരയുടെ ഉപയോഗം കൂടുതലായിരുന്നു. ഒരു 19 വർഷങ്ങൾക്ക്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറയുന്നത്. കുറെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അന്നൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുക ശർക്കരയാണ്. ശർക്കര കൊണ്ട് പലഹാരം ഉണ്ടാക്കും, കലത്തപ്പം, നെയ്യപ്പം, ഇതിലൊക്കെ ശർക്കര അന്ന് ഉപയോഗിക്കുക. പഞ്ചസാര വളരെ അപൂർവമുള്ളൂ നാട്ടിൽ, അതിന് വിലയും കൂടുതലാണ്. അപ്പോൾ വലിയ കാശിന് ആശ്വാസമുള്ളവരൊക്കെ അന്ന് പഞ്ചസാര വാങ്ങും, അല്ലാത്തവരൊക്കെ ശർക്കര ഉപയോഗിക്കുക. അപ്പം അന്നൊക്കെ ആരെങ്കിലുമൊക്കെ വല്ലതൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും പഞ്ചസാര ചായ കുടിക്കുകയാണെങ്കിൽ വലിയ പഞ്ചസാര ചായയൊക്കെ കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു കളിയാക്കി പറയുന്നൊരു കാലമായിരുന്നു അന്ന്. അപ്പം ഈ ശർക്കര നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ശർക്കരക്ക് കിട്ടുന്ന മധുരം പഞ്ചസാരയുടെ മധുരം പോലെയല്ല. ശർക്കരക്ക് ഒരു ഉപ്പ് രസമൊക്കെ കലർന്ന ഒരു തരം മധുരമാണ്. പക്ഷേ ആ മധുരമാണ് പഞ്ചസാരയേക്കാൾ ഏറ്റവും നല്ല മധുരം ശരീരത്തിന്. കരിമ്പ് നീര് കുറുക്കിയെടുത്താൽ, കരിമ്പ് നീര് വലിയ യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം ഒരു വലിയ ഔഷധമാണ് കരിമ്പ് നീര്. ഇതിൽ കരിമ്പ് നീര് ഒരു മിനിറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കരിമ്പ്. ഈ കരിമ്പിനെ കുറിച്ച്, കരിമ്പ് നീരിനെ കുറിച്ച് ഇതിൽ കാര്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കരിമ്പ് നീര് പ്രധാനമായിട്ട് അതിൽ വിറ്റാമിനുകളും മിനറലുകളും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് കുറുക്കി കഴിഞ്ഞാൽ ഇതിൽ വിറ്റാമിൻ സി എന്നൊരു ഘടകമുണ്ട്, അത് നഷ്ടപ്പെടും കുറുക്കി കഴിഞ്ഞാൽ. അത് ഒഴിച്ചാൽ ബാക്കി കരിമ്പ് നീരിലുള്ള എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അത് മുഴുവൻ നമുക്ക് ഇതിലൂടെ കിട്ടും, ശർക്കരയിലൂടെ കിട്ടും. അപ്പൊ കരിമ്പ് ശരിക്കു പറഞ്ഞാൽ വയറിളക്കത്തിന് ഉപയോഗിക്കാം. അസിഡിറ്റിന്റെ അസുഖമുള്ളവർക്ക്, ഇവിടെ കൂടിയവർക്കൊക്കെ ഉണ്ടാവും, ഗൾഫുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതാണ്, വയറെരിച്ചിൽ,
വയറ് കാലിയായാൽ പിന്നെ വയറ് എരിച്ചിൽ, ചിലർക്ക് പിന്നെ പുളിച്ചു തേട്ടൽ, ചിലർക്ക് ഛർദ്ദിക്കാൻ വരല്, വയറ് സംബന്ധമായ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ 3/4 ആളുകൾക്കുള്ളത്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഒരു ഗൾഫുകാരൻ 10-18 വർഷം ഇവിടെ നിന്നിട്ട് അയാൾ നാട്ടിൽ പോവാണ്, മതിയാക്കി പോവാണ്, ക്യാൻസലാക്കി പോവാണ്. അപ്പോൾ ഒരു പഴയ പരിചയക്കാരെന്നുള്ളവർക്ക് ഒരു മതിയാക്കി പോവല്ല, അപ്പോൾ ഒരു യാത്രായപ്പിനെന്നുള്ളവർക്ക് കൂടിയ കൂടുതൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ്, ഒരു ഒഴിഞ്ഞ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മതിയാക്കിയൊക്കെ പോവുള്ളൂ, എന്തെങ്ങനെ പോലെ ചുറ്റുപാടൊക്കെ നാട്ടിലൊക്കെ എങ്ങനെ ചുറ്റുപാടൊക്കെ ആയോന്ന് ചോദിച്ചു. അത്യാവശ്യം ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ആയി. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഒരു ഫാക്ടറി ഉണ്ട്, പിന്നെ ഒരു പ്ലാന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല, 10-18 കൊല്ലം കൊണ്ട് വല്ലതൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കിയത്. ഒരു പമ്പ് ഹൗസ് ഉണ്ട്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് മുപ്പനോട് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്, പിന്നെ ആളുകളുടെ ഇടയിലാണല്ലോ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ആളുകളൊക്കെ ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞപ്പോൾ ഇയാളങ്ങനെ സംസാരം ഒരു ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ 2-3 സ്ഥാപനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു. ആള് വളരെ കുസാലായിട്ടുണ്ട് ഇരുന്നിട്ട് അങ്ങ് തുടങ്ങി, എനിക്ക് ഒരു പമ്പ് ഹൗസ് ഉണ്ട്, എന്താണെന്നറിയോ, ശരീരത്തിൽ ആവശ്യത്തിലധികം വലിച്ചു തള്ളുന്ന പ്രഷർ, മനസ്സിലായില്ലേ. പിന്നെ ഫാക്ടറി, ഷുഗർ ഫാക്ടറി ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ശരീരത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് 18 കൊല്ലം കൊണ്ട്. പിന്നെ പിന്നെയുള്ള പ്ലാന്റ്, ഗ്യാസ് പ്ലാന്റ് ആണ് വയറ്റിൽ. ഇങ്ങനെ 3 തരം സമ്പാദ്യം 18 കൊല്ലം കൊണ്ട് എനിക്കുണ്ട്. അത് പോരഞ്ഞ് ബാക്കിയുള്ള കാലം ജീവിക്കാനെന്ന് വെച്ചാണ്, മനസ്സിലായോ. അപ്പൊ ഇത് സത്യത്തിൽ ഇത് നമ്മിൽ പലർക്കും ഉള്ള സമ്പാദ്യമാണ്. ചിലർക്ക് ഇത് 3 ഉണ്ട്, ചിലർക്ക് ഇതിൽ 2 ഉണ്ട്, ചിലർക്ക് ഇതിൽ 1 ഉണ്ട്. ഒന്നെങ്കിലും ഇല്ലാത്ത സമ്പാദ്യമായിട്ട് ഇല്ലാത്തവർ വളരെ ചുരുക്കേണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മേഖല നമ്മളെ വയറാണ്. എപ്പോഴും വയറ് കാര്യമായി കഴിഞ്ഞാൽ വയറിന് എരിച്ചിൽ വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് നല്ല മരുന്നാണ് ഇത് കരിമ്പ് നീര്. അത് പ്രത്യേകിച്ച് ഈ വയറെരിച്ചിൽ വരിക ഈ പിന്നെ അൾസറിൻ്റെ അസുഖമുള്ളവർക്ക് വരും, അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്കും വരും. അപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാതെ നിങ്ങൾ അങ്ങനെ നടന്നു പല വഴിക്ക്, പല നടക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തുടങ്ങും വയറിൽ എരിച്ചിൽ, തലവേദന, എന്തൊക്കെയോ പ്രയാസങ്ങൾ. ഇതൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങളൊരു 1-2 ഗ്ലാസ് പിന്നെ കരിമ്പ് ജ്യൂസ് വാങ്ങിയാണ് കുടിച്ചു നോക്കി, നിങ്ങൾക്ക് ശരീരത്തിന് വളരെ ആശ്വാസം വരും. ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കരിമ്പ് ജ്യൂസ്. പ്രമേയമുള്ളവർക്ക് പറ്റൂല, പക്ഷേ സാധാരണ ആർക്കും ഉപയോഗിച്ചാൽ വളരെ നല്ല സാധനമാണ്. ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞു വന്നത് പതിവ് വിശദീകരിക്കലല്ല. ഈ ഗുണങ്ങളൊക്കെ കരിമ്പ് നീരിനുണ്ടെങ്കിൽ കരിമ്പ് നീര് കുറിക്കുക ശർക്കരക്കും ഈ ഗുണമൊക്കെ കിട്ടും. അതുകൊണ്ടാണ് പഴയ ആയുർവേദക്കാരും യുനാനിക്കാരും ഒക്കെ ശർക്കരയിൽ ലേഹ്യം ഉണ്ടാക്കുന്നത്. പഞ്ചസാരയിൽ ഉണ്ടാക്കാൻ അറിയണ്ടൊന്നുമില്ല. കാരണം ശർക്കരയിൽ ഉണ്ടാക്കുന്ന ഗുണം പഞ്ചസാരയിൽ ഉണ്ടാക്കിയാൽ കിട്ടൂല. അതുകൊണ്ടാണ് ശർക്കരയിൽ ലേഹം ഉണ്ടാക്കുന്നത്. ഇന്ന് പഞ്ചസാരനേക്കാൾ വിലയാണ് നാട്ടിൽ ശർക്കരക്ക്, എന്നാലും അത് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ, ഞങ്ങളൊക്കെ വീട്ടിൽ പഞ്ചസാരൻ്റെ ചായ കുടിക്കും. എൻ്റെ ഉമ്മയൊക്കെ എന്നും ശർക്കരൻ്റെ ചായ കുടിക്കുക. അത് ഉമ്മാക്ക് വേണ്ടി പ്രത്യേകിച്ച് വാങ്ങിക്കൊണ്ടുവരാണ്, കൂടുതൽ വില കൊടുത്തിട്ട്. ഉമ്മാക്ക് പറ്റൂല, ശർക്കര വേണം. അപ്പം അങ്ങനെ ശീലിച്ചതാണ് പഴയ കാലത്ത്. പിന്നെ നെല്ലുത്തേരിൻ്റെ ചോറേ കഴിക്കുള്ളൂ. അത് പഴയ കാലം മുതലൊക്കെ നെല്ല് കുത്താനും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു. അന്ന് മുതൽക്ക് തന്നെ നാടൻ നെല്ലിൻ്റെ ചോറ് തിന്ന് ശീലിച്ച ആളായതുകൊണ്ട് ചാക്കേരിയൊന്നും പറ്റൂല, അതിൻ്റെ വേണം. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ഏതും പറ്റും. ഞങ്ങളൊക്കെ പുതിയ പ്ലാസ്റ്റിക് അരിയുടെ കാലത്ത് ജനിച്ചു വളർന്നവരല്ലേ. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി മാത്രം പിന്നെ അത് തയ്യാറാക്കും. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കരയിലും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. എന്നാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഈ ശർക്കരയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിലും ശർക്കരയിലുള്ള ഏറ്റവും അപകടകാരിയായ വസ്തുവാണ് ഏത്? പഞ്ചസാര, സുക്രോസ് എന്ന് പറയുന്ന ഈ ഘടകം. ഇതിപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത, ശർക്കര നമ്മൾ സാധാരണ ശർക്കര എന്നല്ല ഏതൊരു വസ്തുവും നമ്മൾ തൈര് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ